ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു വെജ് കട്ട്ലേറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഉള്ളി വെട്ടുക. ഞാനിതൊരു 3/4 കിലോ ഉള്ളിയാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളി നല്ല ചെറുതാക്കി വെട്ടുക. അതിനുശേഷം 1/4 കിലോ ബീൻസാണ് എടുത്തിരിക്കുന്നത്. ആ ബീൻസും ചെറുതാക്കി കട്ട് ചെയ്യുക. കാൽ കിലോ ക്യാരറ്റും ചെറുതാക്കി ഇതേമാതിരി കട്ട് ചെയ്യുക. ഇനി നല്ലോണം കഴുകുക. ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിലെടുത്ത് കഴുകുക. ഇങ്ങനെ ഓട്ടപാത്രത്തിൽ കഴുകുമ്പോൾ അല്ല ഗുണം എന്താ വെച്ചാൽ മണ്ണ് നിൽക്കില്ല, മണ്ണെല്ലാം പോവും. ഇനി അതിലോട്ട് ഒരു 50 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി ഇടുക, ചതച്ചത്. അതിനുശേഷം ഒരു 50 ഗ്രാം പച്ചമുളക് ചെറുതാക്കി വെട്ടിയത് ഇടുക. മല്ലിച്ചപ്പ് ഒരു 50 ഗ്രാം, കറിവേപ്പില ഒരു 50 ഗ്രാം ചെറുതാക്കി വെട്ടിയത്. ഇത് ഞാൻ പുഴുങ്ങി വെച്ച ഗ്രീൻ പീസാണ്, അതൊരു 50 ഗ്രാം ഉണ്ട്, അതും അതിലേക്ക് ചേർക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ആ ചട്ടി ചൂടായ ശേഷം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഈ പച്ചക്കറി അതിലേക്ക് ഇട്ട് ഇനി നല്ല വഴറ്റുക. ഇനി നല്ല വഴറ്റുക. അതിനുശേഷം അതിലോട്ട് ഉപ്പ്. ഞാനിതിൽ ഒരു 1.5 സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ പച്ചക്കറിയുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് കൂടുതൽ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാനതിലേക്ക് ഇനി 3/4 കിലോ ഉള്ളി കട്ട് ചെയ്തത് അതിലോട്ടിടുക. ഒരു 3/4 വേവ് ഉള്ളിയും പച്ചക്കറിയും പാടെ കൂടിയിട്ട് ഒരു 3/4 വേവ് അത്ര ഉള്ളതിന് പറ്റുക. ഓവർ വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ കട്ട്ലേറ്റിന് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ തീ എല്ലാവരും നോക്കുക. ഇത് വലിയ സ്റ്റൗ ആയത് കാരണം തീ ആളുകയാണ്, പിന്നെ ചെറിയൊരു കനല്ലാത്ത ചട്ടിയാണ്. അപ്പോൾ എല്ലാവരും തീ കമ്മിയാക്കിയിട്ട് നോക്കുക, എന്നിട്ട് വഴറ്റാൻ നോക്കുക. കയ്യും കാലൊക്കെ പൊള്ളണതൊക്കെ നോക്കിയിട്ട് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പണിയെടുക്കുക. ഇനി അതിലോട്ട് ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു അത്യാവശ്യം നല്ലൊരു കനല്ല ചട്ടിയാണ് വെച്ചെങ്കിൽ വളരെ ഉപകാരമായി തീ കമ്മിയാക്കിയിട്ട്. എന്നാൽ പിന്നെ ഓവർ ഇങ്ങനെ ആളൂല. അതിനുശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഗരം മസാല, ഇനി 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ആ പച്ചമണം പോകുന്ന വരെ വഴറ്റുക. അത് നല്ലോണം വഴറ്റിയ ശേഷം ചൂടാറിയ ശേഷം 5 മിനിറ്റ് വെക്കുക ചൂടാറാൻ. അതിനുശേഷം അതിലേക്ക് ചേർക്കേണ്ടത് റസ്ക് പൊടി, കിഴങ്ങ് പുഴുങ്ങിയത്, അത് നല്ല ഉടക്കുക. ഇനി കിഴങ്ങ് ഇതിലോട്ട് തട്ടുക, മസാലയിലോട്ട് ഇടുക. മസാലയിലിട്ടിട്ട് കിഴങ്ങിടുക.
ഞാനിവിടെ എത്തിയേക്കുന്നത് 1.5 കിലോ കിഴങ്ങാണ്. അത് പുഴുങ്ങി പൊളിച്ച് വെച്ചതാണിത്. ഇത് നല്ല മിക്സാക്കുക. ചൂടാറിയ ശേഷം നല്ലോണം മിക്സാക്കുക. മിക്സാക്കിയിട്ട് ഇത് ലൂസായിന്ന് ഈ കിഴങ്ങിട്ടിട്ട് ഇത് ലൂസായിന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് റസ്ക് പൊടി അതിലോട്ട് ഇടുക. എന്നിട്ട് നല്ലോണം ടൈറ്റാക്കുക. മിക്സാക്കി നല്ല മിക്സാക്കുക. അല്ലെങ്കിൽ നല്ലോണം ടൈറ്റാക്കിയിട്ടില്ലെങ്കിൽ എണ്ണയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാറിയ എണ്ണ വെച്ചെങ്കിൽ വേഗം തെറിച്ച് പോകും, പൊട്ടിപ്പോവും. ഈ ഫൈനലായിട്ട് ഈ ടൈറ്റിൽ വെക്കുക. എന്നിട്ട് നല്ലോണം ബോളാക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അടപ്പാണ്. കട്ട്ലൈറ്റിന് വേണ്ടിയുള്ള ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇടുക. നല്ലോണം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം അതിൽ നിന്ന് എടുത്ത് അതിനടുത്ത് റസ്ക് പൊടിക്ക് ഇടുക. എന്നിട്ട് റസ്ക് പൊടി നല്ല മിക്സ് ആക്കുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിലോട്ട്, നല്ല വൃത്തിയുള്ള പ്ലേറ്റിലോട്ട് വേറെ വെക്കുക. അതിനുശേഷം വീണ്ടും രണ്ടാമത് നല്ലോണം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം വീണ്ടും റസ്ക് പൊടിയിൽ നല്ലോണം മിക്സ് ആക്കുക. വീണ്ടും അതേമാതിരി വെക്കുക. ഫൈനലായിട്ട് കട്ട്ലൈറ്റ് പൊരിക്കുന്നതിന് മുമ്പ് താഴെ ഇടുക. ഇനി നല്ല ചൂടുള്ള എണ്ണയിൽ, നല്ല ചൂട് വേണം എണ്ണ. എന്നിട്ട് അതിലോട്ട് പൊരിക്കാൻ ഇടുക. ഇങ്ങനെ കോരി വെച്ച് പൊരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് പൊട്ടൂല. അല്ലാതെ എണ്ണയിലിട്ട് നല്ല വറുത്തെടുക്കുകയാണെന്ന് വെച്ചാൽ പൊട്ടും. ഫൈനലായിട്ട് ഇതാ രുചികരമായ കട്ട്ലൈറ്റ് റെഡി. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ടേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.